കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ഈ ഷഡ്ഡി കഥയാണ് കേട്ടുകൊണ്ട് വരുന്നത്. എൻ്റെ ഷഡ്ഡി അവൻ്റെ ഷഡ്ഡി എന്നോട് അലക്കാൻ പറഞ്ഞു, ഞാൻ അവൻ്റെ ഷഡ്ഡി അലക്കി കൊടുത്തു, അതിനെനിക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യമാണ്. ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മൊത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നതാ. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതൊരു വ്യക്തിക്കായാലും അവന്റെ അഭിമാനം അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിൽക്കാൻ പാടില്ല അവിടെ. പിന്നെ നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം, ഈ ഒരു MR സെറ്റ് തൊപ്പി എന്ന് പറയുന്ന നിഹാദ് എന്ന് പറയുന്ന പയ്യന്റെ ആ ഒരു റീച്ചിലൂടെ തന്നെയാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ എന്താ പറയുക മികവ് അവിടെ കിട്ടിയത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഒരു ചുറ്റുവട്ടത്തിൽ നമ്മൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി പറ്റൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ കേസ് കുറച്ച് കാലമെങ്കിലും അവർ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുറച്ച് കാലം കൊണ്ട് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ആകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വഴി നമ്മൾ നോക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇൻ കേസ് അവിടെ ഇപ്പം ലൈവ് സ്ട്രീമിങ് ചെയ്യുക എന്നുള്ളത് ഈ MR സെറ്റ് തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം ആ പയ്യൻ്റെ ഒരു ജോലിയാണത്. ആ പയ്യൻ ആ ജോലി ചെയ്യുന്നു, അതിലൂടെ വരുമാനം കിട്ടുന്നു. ബാക്കിയുള്ള നിങ്ങൾക്കിപ്പോൾ അവിടെ നിന്ന് ഷഡ്ഡി അലക്കേണ്ട അവസ്ഥയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡ്രോപ്പ് ചെയ്യുക. അത് ഡ്രോപ്പ് ചെയ്യാനുള്ള വായിലെ നാവ് നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ നാവ് അവിടെ പോയി. നിനക്ക് കോടികളും BMW ഉണ്ട് എന്നല്ല പറയുന്ന ആളല്ലട നീ. എന്തിനാടാ നിനക്ക് എന്റെ ഗ്ലാസ് എനിക്ക് പ്രൊമോഷന് വന്ന സാധനം കട്ട് കൊണ്ടോണ്ട ആവശ്യമോ? എന്താ ബ്ലിങ്കിറ്റ് പോയിട്ട് എല്ലാ മാസവും പോലും 4000 എടുക്കും പോലും നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ഡ്രസ്സ് എടുക്കരുതേ കുണ്ണകളെ. ഞാൻ മാത്രം എടുക്കുക, നിങ്ങൾ നോക്കിന്നാൽ മതി. വീഡിയോക്കും കണ്ടന്റിനും വേണ്ടിയിട്ട് മാത്രം നമുക്ക് അവിടുന്ന് ഒരു ട്രൗസറോ ഡ്രസ്സോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് പറയുന്നതല്ലട നീ. എന്തിനാടാ എന്റെ ഗ്ലാസ് കട്ടുണ്ടോയ നീ? അതെ, എന്തിനാ എന്റെ ഗ്ലാസ് കട്ടുണ്ടോ? ഇത് ഈ സാധനം, ഈ വാച്ചും ഈ ഗ്ലാസ്സുമാണ് എനിക്ക് പ്രൊമോഷൻ വന്നത്. ഇത് കുറേയായി വന്നിട്ട് എൻ്റെ അലമാരിയിലുണ്ടായ സാധനം ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ ഈ സാധനം കാണുന്നില്ല. ഞാൻ അവിടെ എല്ലാവരും ചോദിച്ചു, കാരണം അവർ ഞാൻ പൈസ മേടിച്ചതാ. ഇതാണ് ഇന്നലെ ഇക്ക മെസ്സേജ് റാംബോ കാണിച്ചു കൊടുത്തിന് ലൈവിൽ. ഇതൊന്നും ഇത് പറയാൻ എനിക്ക് കാണിക്കൂല, എല്ലാം നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടോ റാംബോ. എന്നിട്ട് നിങ്ങളെ നാട്ടിലുള്ള ഷഡ്ഡി അലക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ മറ്റുള്ള പല കാര്യങ്ങളും അലക്കുന്നതും ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ജനങ്ങളോട് പറയുക. ജനങ്ങൾ പൊട്ടന്മാരായിട്ട് നിങ്ങളുടെ വിലയിരുത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ട് ഷഡ്ഡി കഥ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. കാരണം അത്ര കൂളായിട്ടാണ് ഷഡ്ഡി അലക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ അലക്കാൻ പറഞ്ഞു, മാങ്ങാ തൊലി അലക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ലൈവിൽ വന്ന് പറയുന്നത് ലക്ഷോപലക്ഷം ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഓൻ്റെ ഷഡ്ഡി അലക്കലും ഓൻ്റെ ഷൂ തുടക്കലും ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം ഇത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്, നമ്മുടെ കണ്ണൂരാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ണൂർ പള്ളിക്കുന്നാണ്. ഇവിടുന്ന് ഇപ്പം കുറച്ച് കിലോമീറ്റർ മാത്രമേ ഇവരുടെയൊക്കെ സ്ഥലത്തോട്ടുള്ളൂ. നമുക്ക് അറിയുന്ന സ്ഥലവും കൂടിയാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിറ്റ് കഞ്ഞി കുടിക്കുന്നതും ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ഇപ്പം ഞാനതാണ് തുടക്കത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കാര്യം പറഞ്ഞത്. കാരണം അവർ പോലും അറിയില്ല ഇങ്ങനൊരു വർഗീയത നടക്കുന്നത്. കാരണം ഫാൻസുകളാണ് ഈ ചെയ്യുന്നത്. ലാലേട്ടൻ VS മമ്മൂക്ക, എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താക്കും, കുറച്ച് ആൾക്കാർ പച്ച തെറി വിളിക്കും അങ്ങോട്ട് കമൻറ്റിൻ്റെ അകത്ത്. അപ്പോൾ അവർ പോലും അറിയില്ല, അവർ പരസ്പരം നല്ല സൗഹൃദമാണ്. ഒരു വർഗീയത അവർ തമ്മിലില്ല. അതാ പറഞ്ഞ, എത്ര സുഹൃത്തുക്കളായാലും അവർക്കിടയിൽ ശത്രുത പടർത്താൻ പറ്റുന്ന ഒരു വിഭാഗം കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ കെണിയിലോട്ട് നിങ്ങൾ ചെന്ന് ചാടരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ ഒരു ഉറപ്പ് പറയില്ല, ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. അല്ലെങ്കിൽ ഇത് തീരുന്നതോടുകൂടി തീരുമാനമാവടാ, ഈ ലൈവ് തീരുന്നതോടുകൂടി കാര്യങ്ങൾ തീരുമാനം. അവരൊതുക്കി വെക്കുന്ന കെണിയിലോട്ട് നിങ്ങൾ ചെന്ന് ചാടാൻ പാടില്ല. കാരണം അത്തരത്തിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്നൊരു മോചനം ഒരിക്കലും ഉണ്ടാവില്ല. ഇവർ ഈ ചെയ്യുന്ന ലൈവ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുണ്ട്. കാരണം ലക്ഷോപലക്ഷം ആൾക്കാർ കാണുന്നതാണ്, വിദേശത്തിരുന്ന ആൾക്കാർ കാണുന്നതാണ്, നാട്ടിലിരുന്ന്. എന്താണ് ഒരു മനുഷ്യന് വേണ്ടത്? അതായത് ഒരു മനുഷ്യന് വേണ്ടതെന്ന് പറഞ്ഞാൽ ജോലി കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് സമാധാന അന്തരീക്ഷത്തിൽ ഒന്ന് ഇരിക്കാനാണ്, സന്തോഷത്തോടെ ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പം നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്നത് അതാണ്. നിങ്ങൾ അതാണ് കൊടുക്കുന്നത്, സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ്. അതാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം കുറച്ചായിട്ട് കാണുന്നത് നിങ്ങളുടെ ഈ ഷഡ്ഡി അലക്കിയ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം വെല്ലുവിളിക്കുന്ന വീഡിയോ, നിങ്ങൾ പരസ്പരം എന്താ പറയുക, പരസ്പരം നിങ്ങൾ തെളിവുകൾ നിരത്തുന്ന വീഡിയോ. കുറച്ച് ആൾക്കാർ പറഞ്ഞു നമുക്ക് പൈസയൊന്നും തന്നിട്ടില്ല. ഇപ്പം ആ മമ്മു എന്ന് പറയുന്ന പയ്യൻ വന്നിരുന്നു കൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസയില്ല, എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസയില്ല, ഞാൻ എങ്ങനെ ജീവിക്കും, നമ്മളെങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്.
പിന്നെ 45,000 രൂപക്ക് ഫോൺ വിറ്റു, അങ്ങനെ ഇങ്ങനെ. ഇതിൻ്റെയൊക്കെ തെളിവ് എന്താണെന്നോ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇങ്ങനെ പരസ്പരം കരിവാരി തേച്ചുകൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ പരസ്പരം കരിവാരി തേക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, സമൂഹത്തിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ നേടിയെടുത്ത ആ ഒരു സംഭവം തന്നെയാണ് അവിടെ മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്കാർ കച്ചറയിൽ പരമ കച്ചറ എന്നാണ് ആൾക്കാർ വിളിക്കുക. മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ തീട്ടങ്ങൾ എന്ന് പറയും. ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ ഒരിക്കലും പോവരുത്. കാരണം അത്യാവശ്യം സ്ട്രീമിംഗ് ഒക്കെ ചെയ്ത് നല്ല റീച്ചുള്ള ഒരു ആൾക്കാരാണ് നിങ്ങൾ സ്ട്രീമിങ്ങിൽ. അപ്പം ആ ഒരു ലെവൽ നിങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യണം. നമ്മുടെ ജില്ലയെ പറയിപ്പിക്കരുത് നിങ്ങൾ ഒരിക്കലും. അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇത് സ്ക്രിപ്റ്റ് ആണെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കാരണം സ്ക്രിപ്റ്റഡ് ആയിപ്പോട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ പക്ഷേ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കോമാളിത്തരം അല്ലെ ഇത്ര മോശമായിട്ടുള്ള ഒരു സംഭവം കളിക്കരുത്. ഇൻ കേസ് ഇത് സ്ക്രിപ്റ്റ് അല്ല, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടമാകാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും കുറേ ആൾക്കാർ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടു, ഞാനും കുറേ കണ്ടു. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് ചെയ്തത്. ഇത് കണ്ടുകൊണ്ടൊന്നും ഇനി ആരും നന്നാകാൻ പോകുന്നു ഒന്നും നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് എന്താ പറയുക, നമ്മളെ മുന്നിൽ കണ്ടതുകൊണ്ട് നമ്മളൊന്ന് റിയാക്ട് ചെയ്തതെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് ഇവരുടെ ഈ ഒരു കാര്യത്തോട് പറയാനുള്ള കാര്യം എന്നുള്ള കാര്യം. കുറച്ച് മുമ്പ് വേറൊരു പയ്യൻ, അതായത് ഈ റാംബോ എന്ന് പറയുന്ന ഒരു പയ്യൻ ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ പൊതിരെ തല്ലു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ജനങ്ങളും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ, ഒരു വിഭാഗം കത്തിക്കുന്ന ആൾക്കാരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂട്ടത്തല്ലായാലും ശരി, നിങ്ങളുടെ ആ ഒരു ഗ്യാങ് പിരിഞ്ഞാലും മറ്റുള്ള ആൾക്കാർ ചിരിക്കേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തേങ്ങാ പുണ്ണാക്കുമില്ല. നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ ഒരു കാര്യം തുറന്ന് ഞാൻ പറയാം. നമ്മൾ പണിയെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വേർപ്പൊഴുക്കി നമ്മൾ അധ്വാനിക്കുന്ന പണം ഉണ്ടല്ലോ, അതിപ്പോൾ ബ്ലോഗർ ആയാലും ശരി, ആരായാലും ശരി, അത് ആ വ്യക്തിക്ക് അവകാശപ്പെട്ടതാണ്. അതിൻ്റെ കൂട്ടുപിടിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും വിജയിക്കൂല. അതുകൊണ്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കുക, സ്വന്തമായിട്ട് അധ്വാനിക്കുക. അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അവൻ്റെ കൂടെ നിന്നു, അവൻ നിങ്ങൾക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു തരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവൻ അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളും നോക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വന്തം കാര്യം നോക്കുക, നമ്മൾ പോവുക. അതോടൊപ്പം ഫ്രണ്ട്ഷിപ്പും നിലനിർത്തുക. അതാണ് നമ്മൾ വേണ്ടത്.